കഴിഞ്ഞ 10 വർഷം സഖാക്കളുടെ ഗുണ്ടായിസവും വെല്ലുവിളിയും ഏറ്റവും കൂടുതൽ നേരിട്ടത് പോലീസുകാരാണ്. SFIക്കാർ മുതൽ പാർട്ടി നേതാക്കൾ വരെയും കാക്കിയിട്ടവരെ തെരുവിൽ നേരിട്ടിട്ടുണ്ട്. എന്നാൽ ഭരണം മാറിയതോടെ കാര്യങ്ങളും മാറി. പാലക്കാട് UDF ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഉണ്ടായ സംഘർഷത്തിനിടെ പോലീസ് CPM പ്രവർത്തകരെ പാർട്ടി ഓഫീസിൽ കയറിയാണ് കൈകാര്യം ചെയ്തത്. UDF പ്രവർത്തകരുടെ പ്രകടനത്തിന് നേരെ CPM പ്രവർത്തകർ ചില്ലുകുപ്പി എറിഞ്ഞതാണ് പ്രകോപനം. സംഘർഷാവസ്ഥ ഉണ്ടായതോടെ പോലീസ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് കയറി പ്രവർത്തകരെ തല്ലുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് നേതൃത്വത്തെ രൂക്ഷ വിമർശനവുമായി CPM നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പാലക്കാട് UDF ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. UDF പ്രവർത്തകരുടെ പ്രകടനത്തിന് നേരെ CPM പ്രവർത്തകർ ചില്ലുകുപ്പിയെറിഞ്ഞതായാണ് ആരോപണം. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിച്ച പ്രവർത്തകർ കുപ്പിയെറിഞ്ഞതോടെ പോലീസ് ഇടപെട്ടു. പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായതോടെ പോലീസ് ലാത്തി വീശി. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് ഓടിക്കയറിയ പ്രവർത്തകരെ പോലീസ് പിന്തുടർന്ന് തല്ലി. ഓഫീസിന് അകത്തേക്ക് പോലീസ് കയറാതിരിക്കാൻ NN കൃഷ്ണദാസ് ഓഫീസ് പടിക്കൽ നിലയുറപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ലാത്തി ചാർജിൽ SFI പാലക്കാട് ഏരിയ സെക്രട്ടറി നിഖിലിന് പരിക്കേറ്റു. ഓഫീസ് പടിക്കൽ വെച്ച് UDF പ്രവർത്തകർ പടക്കം പൊട്ടിച്ചെന്നും കല്ലെറിഞ്ഞെന്നുമാണ് CPMന്റെ ആരോപണം. സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടതനുകൂല പ്രൊഫൈലുകളിൽ നിന്ന് പോലീസിന് രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. നേതാക്കളും പോലീസിനെതിരെ രംഗത്തെത്തി. ഓന്ത് നിറം മാറിയതുപോലെയാണ് പോലീസുകാർ മാറിയതെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിച്ചു. പാലക്കാട് DYSPയും നോർത്ത് CIയും UDF ആക്രമണത്തിന് മൗനാനുവാദം നൽകി. അകാരണമായാണ് പാർട്ടി ഓഫീസിൽ കയറി പ്രവർത്തകരെ പോലീസ് തല്ലിയതെന്നും സുരേഷ് ബാബു പറഞ്ഞു. മാന്യതയുള്ള ഒരു പോലീസുകാരാണെങ്കിൽ ആ പോലീസിൻ്റെ സേനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഒരു 10 മിനിറ്റ് നിന്നോട്ടെ എന്നുള്ള ഒരു മനസ്സായിരുന്നു, നിലപാടായിരുന്നു അവിടെ സ്വീകരിച്ചത്. എനിക്ക് തോന്നുന്നത് നോർത്തിലൊരു പോലീസ് ഓഫീസറും അതുപോലെ പാലക്കാട് DYSP ആയിട്ട് വന്നിട്ടുള്ള ഒരാൾക്കും അതിനൊരു ചെറിയ താല്പര്യമുണ്ടോ എന്നൊരു തോന്നൽ ഉണ്ടായി എന്നാണ് പൊതുവെ ഞാൻ പിന്നീട് വന്ന് കേട്ടറിഞ്ഞത്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ മണിക്കൂറിനകം ഓന്തിൻ്റെ നിറം മാറും പോലെ പോലീസ് ഐക്യജനാധിപത്യ മുന്നണിയുടെ വീട്ടുജോലിക്കാരായി വീട്ടിലെ പണിക്കാരായി മാറുന്ന സ്ഥിതിവിശേഷം ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിൽ വന്നാൽ അത് ഗുണമാവില്ല, അത് നല്ലതുമല്ല. ഇവിടെ രാഷ്ട്രീയം നോക്കി ഞങ്ങളുടെ ആഫീസിനെ ആക്രമിക്കുമ്പോൾ അക്രമകാരികൾക്ക് സഹായകരമാകുന്ന ഒരു നിലപാട് പോലീസിൻ്റെ ഭാഗത്തുണ്ടായാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഭാവിയിലുണ്ടാകും. മുൻ മന്ത്രി AK ബാലനും പോലീസിനെതിരെ രംഗത്തെത്തി. നിസ്സാരമായിട്ട് കാണുന്നില്ല. ഇത് ഒരു റിഹേഴ്സലാണ്, ഇനി ഒരു തുടക്കമാണ്. വരട്ടെ ഒരു തുടക്കമാണ്. തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ കേരളത്തിൽ ഇന്ന് പാലക്കാട് കണ്ടതാണ് നാളെ കേരളത്തിലെല്ലാം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അനങ്ങാതിരുന്നോ, ഞങ്ങളെ പേടിച്ചിരുന്നോ? പാർട്ടി ഓഫീസിൻ്റെ ഉള്ളിൽ വന്ന് ഗുണ്ടകൾക്ക് വിലസാം, പോലീസിന് വിലസാം എന്ന് ധരിക്കരുത്. ഈ കേരളത്തിൽ
അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ബാക്കിയുണ്ടെങ്കിൽ അങ്ങോട്ട് കടക്കില്ല. ഗുണ്ടകളും കടക്കില്ല, പോലീസും കടക്കില്ല. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.